ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. നമ്മൾ ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിവിടെ പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അമ്മയാണ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഓരോന്നും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. കപ്പ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കുക. ആ സമയം കൊണ്ട് കപ്പയെല്ലാം നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം. നല്ലപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് 1/4 പാലെടുക്കാം. ഞാനിവിടെ ഒരു തുണി കൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാല് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കും അത് ഓരോന്നും അരിച്ചരിച്ച് വരാനായിട്ട്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് വേഗം തന്നെ പാല് കിട്ടും. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് ഒന്നുകൂടി മിക്സി ജാറിനകത്ത് അടിച്ചിട്ട് 2/4 പാൽ കൂടി എടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ പാൽക്കപ്പ തയ്യാറാക്കുന്നത്. ഇനി കപ്പയൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പീസ് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2/4 പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നല്ലപോലെ കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ തന്നെ ഈ കപ്പയെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പാൽക്കപ്പ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഫൈനലി നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.